നിങ്ങളാരാ? ഞാൻ ജോളി ടീച്ചറുടെ വീട്ടില് അടുക്കള പണിക്കാരിയായിരുന്നു സാറ്. ശരി, വാ. സർ, DGPയുടെ ഗൺമാൻ വിളിച്ചിരുന്നു. എന്നിട്ടാണോ ഇതുവരെ ഫോൺ തരായിരുന്നത്? അതിന് സാറൊന്ന് നിലത്ത് നിൽക്കണ്ടേ? ആ സമയത്ത് ഫോണുമായിട്ട് വന്നാലുള്ള അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. എന്നിട്ട് സാറിനെ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം എന്നെ വിളിച്ചു. എന്താ പറഞ്ഞ? കൂടത്തായ കേസിന്റെ ഫയലുമായിട്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു, പോലീസ് ക്ലബിലേക്ക്. തമേ വണ്ടിയിടും. സർ. സർ, കോഴിക്കോട് നിന്ന് 31.2 കിലോമീറ്റർ ദൂരെയാണ് കൂടത്തായി. 16 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ചെറിയ പ്രദേശം. 2002 സ്കൂൾ ടീച്ചറായ അച്ചാമ്മ മാത്യു മരിച്ചു. ആട്ടിൻ സൂപ്പ് കഴിച്ചതിന് പിന്നാലെയായിരുന്നു മരണം. ഹൃദയാഘാതമെന്ന് നാട്ടുകാർ വിശ്വസിച്ചു. 2008 അതായത് 6 കൊല്ലം കഴിഞ്ഞ് അതേ വീട്ടിൽ അച്ചാമ്മയുടെ ഭർത്താവ് മാത്യു വർഗീസ് മരിക്കുന്നു. കപ്പപ്പുഴുക്ക് കഴിച്ചായിരുന്നു മരണം. അറ്റാക്കായി അതും എഴുതിത്തള്ളി. 3 കൊല്ലങ്ങൾക്ക് ശേഷം 2011 അതേ വീട്ടിൽ അച്ചാമ്മ ടീച്ചറിന്റെ മകൻ ബിജോയ് മാത്യു മരിക്കുന്നു. ചോറും കടലക്കറിയും കഴിച്ചായിരുന്നു മരണം. അത് മാത്രം പോസ്റ്റ്മോർട്ടം നടത്തി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ആത്മഹത്യയായി അതും എഴുതിത്തള്ളി. ഇനി മരണം നടക്കുന്നത് അച്ചാമ്മ ടീച്ചറിന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലാണ്. 2014 അച്ചാമ്മ ടീച്ചറിന്റെ സഹോദരനും വിമുക്ത ഭടനുമായ തോമസ് മരിക്കുന്നു. ഭക്ഷണത്തിലും വെള്ളത്തിലും വിഷം കലർന്നായിരുന്നു മരണം. ആ മരണത്തിലും അന്വേഷണം ഉണ്ടായില്ല. 2 കൊല്ലങ്ങൾ കഴിയുന്നു. 2016 മറ്റൊരു മരണം. കടുവാക്കുന്നിൽ ഷാജിയുടെ വീട്ടിൽ 1.5 വയസ്സുള്ള അയാളുടെ മകൾ ആൻസി മരിക്കുന്നു. ബ്രെഡിൽ വിഷം കലർന്ന്. 3 മാസങ്ങൾ കഴിഞ്ഞ് ഷാജിയുടെ ഭാര്യ സിൽവി വിഷമുള്ളിൽ ചെന്ന് മരിച്ചു. ഈ 2 മരണങ്ങളിലും അന്വേഷണം ഉണ്ടായില്ല. ഈ മരണങ്ങളിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം വളരെ റെലവൻ്റായി കിടപ്പുണ്ട്. ഒരു സ്ത്രീയുടെ സാന്നിധ്യം. ഡോളി.